ഹായ് ഹലോ എല്ലാവർക്കും ഉസ്താരസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മളൊരു ഈവനിങ് വ്ളോഗാണ്. ഉച്ചവർക്കൊക്കെ കഴിഞ്ഞ് എണീറ്റ് ചായക്ക് വെള്ളമൊക്കെ വെച്ചതിന് ശേഷം അങ്ങനെ ഇരിക്കുകയായിരുന്നു. അപ്പോഴാണ് പൊന്നൂസ് ഉണർന്നത് കേട്ടോ. പൊന്നൂസ് ഞാൻ ഉണർന്ന് എണീറ്റ് കഴിഞ്ഞാൽ അപ്പോഴേക്കും ഓൾ ഉണരും. അപ്പോൾ അവളടുത്ത് കിടക്കുകയാണെങ്കിൽ അങ്ങനെ എത്ര നേരം വേണമെങ്കിലും കിടക്കും. നമ്മൾ എണീറ്റിട്ടുണ്ടെങ്കിൽ ഓൾ എണീക്കും. അപ്പം എന്നെ കാണാനായിട്ട് ഇങ്ങനെ കഴിയുക ആ ഒരു കുറുമ്പാണ്. ഉറങ്ങി എണീക്കുമ്പോൾ എന്നും കുറച്ച് നേരം കുറുമ്പായിരിക്കും. അപ്പോഴേക്കും ചായയൊക്കെ തിളച്ച് ചായക്ക് പൊടിയൊക്കെ ഇട്ടിട്ട് റെഡിയായി നിൽക്കുകയാണ്. കുട്ടികളൊക്കെ അപ്പം ഇനി സ്കൂളിട്ട് വരാനാവുന്നുണ്ട്. അപ്പോഴേക്കും ചായയൊക്കെ ആയിട്ടുണ്ടായിരുന്നു. പിന്നെ പാലുണ്ടായിരുന്നു, പാല് കാച്ചാൻ വേണ്ടിയിട്ട് അതങ്ങനെ നിൽക്കുകയാണ്. അപ്പോൾ നമ്മളെ വീട്ടിൽ പശുവുണ്ട്. അപ്പോൾ അവിടെ കുറച്ചധികം പാലുണ്ടാകും. വൈകുന്നേരത്തെ ആരും പാല് കൊണ്ടുപോകാറില്ല. അപ്പം നമ്മൾ തന്നെ ചായക്ക് കുറച്ചെടുത്തിട്ട് ബാക്കി നമ്മൾ അടുപ്പിൽ കാച്ചും. എന്നിട്ട് നമ്മൾ അത് കാച്ചി ഒരൊഴിച്ചൊക്കെ തൈരാക്കിയൊക്കെ മാറ്റുകയാണ് ചെയ്യാറ് പതിവ്. അപ്പോൾ അങ്ങനെ ചായക്കുള്ള കുറച്ച് പാൽ നമ്മൾ ആദ്യം ഗ്യാസിൽ തിളപ്പിച്ച് വെക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇനി കുട്ടികളൊക്കെ ക്ലാസ് കഴിഞ്ഞ് വരുമ്പോഴത്തേനും പിന്നെ ചായയൊക്കെ റെഡിയാവും. അങ്ങനെ ഓരോരോ പണികളായിട്ട് വൈകുന്നേരത്തെ പണികളാണ് ഇതൊക്കെ. പിന്നെ വൈകുന്നേരം നമ്മൾ പ്രത്യേകിച്ച് ചോറൊന്നും ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് നിൽക്കില്ല. രാവിലെ നമ്മൾ ഒരുമിച്ച് വെക്കാറാണ് പതിവ്. പിന്നെ ഇന്ന് ഏട്ടൻ്റെ കുട്ടീൻ്റെ ബർത്ത്ഡേ ആണ്. അപ്പോൾ ബർത്ത്ഡേ സെലിബ്രേഷനൊക്കെ ഉണ്ട് വൈകുന്നേരം. അതുകൊണ്ട് ഇന്ന് വൈകുന്നേരത്തേക്ക് നമുക്ക് പ്രത്യേകിച്ച് ഫുഡിനും കാര്യങ്ങളൊന്നും വേണ്ട. ഇന്ന് വൈകുന്നേരം അങ്ങനെ ഒരു മന്തിയൊക്കെ ഓർഡർ ചെയ്യാമെന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെ നിൽക്കുകയായിരുന്നു. അപ്പോൾ ചായ റെഡി ആയിട്ടുണ്ട്. ഇനി ചായ പൊന്നൂസിന് കൊടുക്കണം. അപ്പോൾ പൊന്നൂസും കുക്കും മാത്രമേ ഉള്ളൂ ഇപ്പോൾ ഇവിടെ വന്നിട്ടുണ്ടായിരുന്നത്. മറ്റവരൊക്കെ സ്കൂളിട്ട് വരുന്നേ ഉള്ളൂ കേട്ടോ. അപ്പോൾ ഓൾക്ക് രണ്ടാക്കുള്ള ചായ എടുത്ത് കുക്ക് ചായ കുടിക്കില്ല കേട്ടോ. പിന്നെ ഓരോരുത്തരും വരുമ്പോൾ അവരങ്ങനെ ചായ കുടിക്കലാണ്. എല്ലാവരും ഒരുമിച്ചൊന്നാവില്ല ചായ കുടിക്കണത്. ഓരോരുത്തർ എന്തെങ്കിലുമൊക്കെ പണിയിലായിരിക്കും. പിന്നെ കുട്ടികളൊക്കെ ഓരോരുത്തർ സ്കൂളിട്ട് വരുമ്പോൾ അവരങ്ങനെ കുടിക്കും. അങ്ങനെ ഇട്ട് ഞാനും ഒഴിക്കും പൊന്നൂസിനുള്ള ചായ എടുത്തിട്ടുണ്ടായിരുന്നു. കുക്കൂസ് പിന്നെ ചായ കുടിക്കാറില്ല പതിവായിട്ട്. അപ്പോൾ രാവിലെ ആയാലും വൈകുന്നേരം ആയാലും ഒക്കെ ചൂടുവെള്ളം തന്നെ കുടിക്കൽ. അങ്ങനെ കുറച്ച് നമ്മൾ ബിസ്ക്കറ്റൊക്കെ കൂട്ടി ചായയൊക്കെ കുടിച്ചു. ഇനി വിറകെടുത്തേക്കാനുണ്ട്. അങ്ങനെ കുറച്ച് ചില്ലറ പരിപാടിയുണ്ട്. അടുക്കളയൊക്കെ ഒന്ന് ക്ലീൻ ചെയ്തിടണം. പിന്നെ രാത്രിക്ക് പിന്നെ പ്രത്യേകിച്ച് ഫുഡ് പരിപാടിയൊന്നും ഇല്ലാത്തതുകൊണ്ട് ആ കുക്കിംഗ് പരിപാടിയൊന്നും ഇന്നില്ല. അങ്ങനെ പൊന്നൂസ് മുക്കി ഇതാക്കി കളയുന്നുണ്ട്. അപ്പോൾ പിന്നെ ഒരു പാത്രമൊക്കെ താഴെ വെച്ച് കൊടുത്ത് അങ്ങനെ അവൾ ബിസ്ക്കറ്റ് തിന്നുകൊണ്ട് നിൽക്കുന്നുണ്ട്. ഉറങ്ങി എണീറ്റ് കഴിഞ്ഞാൽ ചിലപ്പം ചോറൊന്നും കഴിക്കില്ല. ഉച്ചയ്ക്കും ചോറ് കഴിക്കില്ല. പിന്നെ ഈ ബിസ്ക്കറ്റും ചായയൊക്കെ ആയിട്ട് അങ്ങനെ നടക്കും. അപ്പോൾ ഇനി തുണി എടുത്തേക്കാനുണ്ട്. വൈകുന്നേരം ആയി തുടങ്ങിയിട്ടുണ്ട്. ഒരു 4:30-5 മണി ആയിട്ടുണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ തുണിയൊക്കെ എടുത്തേച്ച് ഇതൊക്കെ ആക്കി പിന്നെ വിറകെടുത്തേക്കാനുണ്ടായിരുന്നു. റബ്ബറിൻ്റെ ഇല കൊഴിഞ്ഞിട്ടാണ് ഈ വിറകെട്ടിൻ്റെ മുകളിൽ മുഴുവനും ഇലകൾ കേട്ടോ. അപ്പോൾ എപ്പോഴൊന്നും വിറകെട്ടിയിൽ നിന്ന് അങ്ങനെ വിറകെടുക്കാറില്ല. പുറത്തെവിടെയെങ്കിലൊക്കെ ഉണ്ടാവും. അപ്പോൾ ഇന്ന് വിറകെട്ടിയിൽ നിന്ന് എടുക്കാമെന്ന് വെച്ചു. അപ്പോൾ അധികവും ഉറക്കത്തും കുത്തിയിട്ട് ഇങ്ങനെ ആകെ പൊടിയായിട്ടുണ്ട് കുറേ ആയിട്ട്. അപ്പോൾ അതിൻ്റെ പൊടി പാർന്നുണ്ട്. അങ്ങനെ വിറകെടുത്തുകൊണ്ട് നിൽക്കണം. അപ്പോഴേക്കുണ്ട് പൊന്നൂസ് എന്നെ കാണാനായിട്ട് ഭയങ്കര വിളി. ഒക്കെ കുറച്ച് നേരം ഇങ്ങനെ കണ്ടിട്ടില്ലെങ്കിൽ ഇങ്ങനെ വിളിക്കൽ തുടങ്ങും. അപ്പോൾ കുക്കും പൊന്നും കൂടെ അങ്ങനെ വന്നിട്ട് അവൾ അവിടെ നിന്ന് എന്തൊക്കെയോ പറയുന്നുണ്ടായിരുന്നു. എവിടെയാണ് അമ്മ എന്നൊക്കെ ചോദിച്ചിട്ട് ഞാൻ 2 പേർക്ക് എത്തുമ്പോഴേക്കും അവൾ അവിടെ നിന്ന് വിളിക്കൽ തുടങ്ങും. അങ്ങനെ വൈകുന്നേരത്തെ വിറക് കൊത്തലിൻ്റെ പരിപാടിയൊക്കെ കഴിഞ്ഞ് പിന്നെ അപ്പോഴേക്കും പൊന്നൂസ് വന്ന് അവളും ഞാൻ വിറകുണ്ടാക്കണം അവിടേക്ക് വന്നിട്ടുണ്ടായിരുന്നു. പിന്നെ ഓൾ രണ്ടാളും വർത്താനം പറഞ്ഞ് നിന്ന് എൻ്റെ വീഡിയോ എടുക്കൽ ഫ്ലോപ്പായി. അപ്പോഴേക്കും പിന്നെ അവൾ ക്യാമറ ഓളെ സൈഡിലേക്ക് തിരിച്ച് വെച്ചിട്ട് ഓൾ എന്തൊക്കെയോ പറയുന്നുണ്ട്. പൊട്ട് കണ്ടോന്നോ എന്തൊക്കെയൊക്കെയോ പറയുന്നുണ്ടായിരുന്നു. അതിൻ്റെ ഭാഗമായിട്ടാണ് ക്യാമറയ്ക്ക് നോക്കിയിട്ടുള്ള ആക്ഷൻ എന്നൊക്കെ കണ്ടുകൊണ്ടിരിക്കുന്നത് കേട്ടോ. അവൾ കുക്കുവിൻ്റെ ഒപ്പം കളിക്കുന്ന സമയം കൊണ്ട് തന്നെ ഞാൻ എൻ്റെ പരിപാടികളൊക്കെ ഓരോന്നായിട്ട് കഴിച്ചുകൊണ്ടിരിക്കുകയാണ്. വിറകൊക്കെ എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു. രാവിലേക്കുള്ള വിറകൊക്കെ അവർ റെഡിയാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. അങ്ങനെ എല്ലാവരും കൂടെ കൂടിയിട്ട് പിന്നെ നമ്മളിനി ബർത്ത്ഡേ പരിപാടിക്കൊക്കെയാണ്. ബർത്ത്ഡേ പരിപാടി പ്രത്യേകിച്ചൊന്നുമില്ല കേട്ടോ. ഓക്കെ, ഒരു കേക്ക് കട്ടിങ് പിന്നെ ഫുഡ് നമ്മൾ എന്നും അധികം നമ്മൾ വീട്ടിൽ തന്നെ ഉണ്ടാക്കാറാണ്. വല്ലപ്പോഴും നമ്മൾ പുറത്തുനിന്ന് ഓർഡർ ചെയ്യാറുള്ളൂ കേട്ടോ. അപ്പോൾ അങ്ങനെ പുറത്തുനിന്ന് മതി എന്ന് പറഞ്ഞിട്ട് അങ്ങനെ പുറത്തുനിന്ന് ഓർഡർ ചെയ്തതാണ്. അപ്പോൾ വൈകുന്നേരം ആകുമ്പോഴേക്കും കിട്ടുള്ളൂ. ചേച്ചിമാരൊക്കെ ഒന്ന് ഹോസ്റ്റലിൽ നിന്ന് വരും കേട്ടോ പൊന്നൂസിൻ്റെ. അപ്പോൾ അവരൊക്കെ 3 ആളും തൃശ്ശൂരാണ് പഠിക്കുന്നത്. അപ്പോൾ 3 ആളും ഹോസ്റ്റലിൽ നിന്ന് വൈകുന്നേരം ആകുമ്പോഴേക്കും വരും. ഇനി നമ്മൾ ബാക്കിയുള്ള പാല് കാച്ചാനുണ്ട്. ഈ കുടുക്കയിൽ വെച്ചിട്ട് നമ്മൾ കാച്ചി നന്നായിട്ട് ഒരു മഞ്ഞ കളറാവണ വരെ കാച്ചെടുക്കും. എന്നിട്ട് പിന്നെ അതിൻ്റെ പാടൊക്കെ കൂട്ടിയിട്ട് നമ്മൾ ഒരൊഴിച്ച് സെറ്റാക്കിയിട്ട് തൈരാക്കി മാറ്റാണ് പതിവ്. അപ്പം അതിനുള്ള തീ എത്തിച്ചുകൊണ്ടിരിക്കുകയാണ്. വൈകുന്നേരം നമുക്ക് ചോറൊന്നും വെക്കാനുണ്ടാവാറില്ല. നമ്മൾ രാവിലെ തന്നെ ഒക്കെ സെറ്റാക്കുന്നതുകൊണ്ട് വൈകുന്നേരം പാൽ വെച്ചാൽ മാത്രമേ ഉണ്ടാവുള്ളൂ. ഉച്ചയ്ക്ക് ഫുഡ് കഴിച്ചിട്ടുള്ള ആ ഒരു പാത്രങ്ങൾ മാത്രം കഴുകിയിട്ടുണ്ടായിരുന്നുള്ളൂ. പിന്നെ ബാക്കി ഇങ്ങനെ ഒഴിച്ച് കറികളൊക്കെ ആക്കി വെച്ചിരുന്ന പാത്രമൊക്കെ ഉണ്ടായിരുന്നു കഴുകാൻ വേണ്ടിയിട്ട്. അപ്പോൾ വൈകുന്നേരം ആകുമ്പോഴേക്കും പണിയൊക്കെ ഒതുങ്ങുമല്ലോ എന്ന് വിചാരിച്ചിട്ട് നമ്മൾ ഈ ഒരു ഈവനിങ് ഒക്കെ ആകുമ്പോൾ എല്ലാ പാത്രങ്ങളും കഴുകിയെടുത്ത് വയ്ക്കും.
അപ്പോൾ ഇന്ന് പിന്നെ പ്രത്യേകിച്ച് നമുക്ക് കുക്കിംഗ് ഒന്നും ഇല്ലാത്തതുകൊണ്ട് തന്നെ ഒക്കെ കഴുകി ഞാൻ പിന്നെ പണി കഴിഞ്ഞാൽ പിന്നെ ഫുഡ് കഴിച്ച് കിടന്നാൽ മതിയല്ലോ എന്നുള്ളതിൽ ഓരോ ഭാഗമായിട്ട് ഇങ്ങനെ ക്ലീൻ ചെയ്തുകൊണ്ടിരിക്കണം. അപ്പോൾ അടുക്കളയൊക്കെ തട്ടിക്കൊട്ടി റെഡിയാക്കാൻ വേണ്ടിയിട്ട് നിൽക്കാം കേട്ടോ. അപ്പോൾ കുറച്ചധികം പാത്രങ്ങളുണ്ടായിരുന്നു കഴുകാൻ വേണ്ടിയിട്ട്. രാവിലത്തെ ചായയുടെ കടിയൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അത് ആരെങ്കിലുമൊക്കെ ആയിട്ട് വൈകുന്നേരത്തെ ചായ ടൈമിലൊക്കെ കുടിക്കും. അപ്പോൾ വേണോ വേണ്ടതെന്നൊക്കെ ആലോചിച്ചിട്ട് ലാസ്റ്റ് പിന്നെ നമ്മൾ ഒഴിവാക്കാറുള്ളൂ. പിന്നെ നമ്മുടെ വീട്ടിൽ പശു ഉണ്ടായതുകൊണ്ട് തന്നെ ബാക്കി വരുന്ന ഫുഡൊക്കെ പിന്നെ പശുവിന് കൊടുക്കാനും കോഴിക്ക് കൊടുക്കാനും എല്ലാവരും ഉണ്ടായതുകൊണ്ട് കുഴപ്പമില്ല. അപ്പോൾ അങ്ങനെ ഓരോന്നൊക്കെ ആയിട്ട് ഒഴിവാക്കി റെഡിയാക്കി ക്ലീൻ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഉച്ചക്കത്തെ കുറച്ച് ചോറൊക്കെ ബാക്കിയുണ്ടായിരുന്നു. അത് നമ്മൾ കോഴിക്കിട്ട് കൊടുത്തു. പിന്നെ പാത്രം കഴുകാനുണ്ടായിരുന്നു. അങ്ങനെ കുറച്ച് പാത്രങ്ങളൊക്കെ അധികം ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ കഴുകാനുള്ളതൊക്കെ കഴുകി റെഡിയാക്കുന്നുണ്ട്. അപ്പോൾ അവിടെ കാണുന്ന മൺകുടുക്കയിലാണ് നമ്മൾ തൈരിന് വേണ്ടിയിട്ട് സെറ്റാക്കി വെക്കൽ കേട്ടോ. അതിലാണ് നമ്മൾ ഉറഴിച്ച് വെക്കുക. പിന്നെ നമ്മൾ അതിന് പുളിയൊക്കെ റെഡി ആയതിന് ശേഷം ഫ്രിഡ്ജിലേക്ക് എടുത്ത് വെക്കും. പിന്നെ പിറ്റേ ദിവസം നമ്മളത് അടിച്ചിട്ട് നെയ്യാക്കിയെടുക്കും. ബാക്കി മോര് നമ്മളെടുക്കുക അല്ലെങ്കിൽ നമ്മൾ വീടിൻ്റെ അടുത്തുള്ളവർക്കൊക്കെ കൊടുക്കുകയൊക്കെ ചെയ്യും കേട്ടോ. അങ്ങനെയൊക്കെയാണ് പരിപാടികൾ ഉണ്ടാവാറ്. അപ്പോൾ കുറച്ചധികം പാത്രങ്ങളുണ്ടായിരുന്നു. അപ്പോൾ പാലാക്കിയ പാത്രങ്ങൾ തന്നെ ഉണ്ടാവും കുറച്ചധികം. അപ്പോൾ അതൊക്കെ ആയിട്ട് അരിച്ചതും പിന്നെ ഉച്ചക്കത്തെ നമ്മൾ കറിയൊക്കെ ആക്കി വെച്ചിരുന്ന പാത്രങ്ങളൊക്കെ കഴുകി റെഡിയാക്കി തുടച്ച് സെറ്റാക്കി. ഇനിയൊന്ന് മേലൊഴുകിയിട്ട് വരണം. അപ്പം അതിന് ശേഷം കാണാം. അങ്ങനെ മേലൊഴുകലൊക്കെ കഴിഞ്ഞ് നമ്മൾ കേക്ക് മുറിക്കാൻ വേണ്ടിയിട്ട് റെഡിയാക്കി വെക്കുകയാണ്. ഇപ്പോൾ ഒരു സമയം 8 മണിയൊക്കെ ആയിട്ടുണ്ട് കേട്ടോ. 8:30 ആകുമ്പോഴേക്കാണ് കുട്ടികൾ ഹോസ്റ്റലിൽ നിന്ന് തിരിച്ച് വീട്ടിലേക്ക് എത്താറ് സാധാരണ. അപ്പോൾ ആ ഒരു ടൈമായിട്ട് അവർ വരുന്ന സമയത്ത് ഫുഡൊക്കെ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. അവർ വരുന്ന സമയത്ത് അവിടുന്ന് ഇടവണ്ണയിൽ നിന്ന് വാങ്ങിച്ചു വന്നിട്ടുണ്ടായിരുന്നതാണ്. അപ്പോൾ മന്തിയൊക്കെ വാങ്ങി അപ്പോൾ പാഴ്സൽ വാങ്ങിയ ഫുഡുകളൊക്കെ നമ്മൾ പാത്രത്തേക്ക് മാറ്റിക്കൊണ്ട് നിൽക്കുകയായിരുന്നു കേട്ടോ. ഇപ്പോൾ ഇവിടെ കേക്ക് മുറിക്കാൻ വേണ്ടിയിട്ട് കട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് കാത്തിരിക്കുകയായിരുന്നു. അങ്ങനെ നമ്മൾ മാത്രമുള്ള ചെറിയൊരു ബർത്ത്ഡേ ഫംഗ്ഷൻ അത്രേ ഉള്ളൂ. വെറുതെ എന്തെങ്കിലുമൊക്കെ ആയിട്ട് എല്ലാവരും കൂടെ കൂടുമ്പോൾ ഒരു രസമല്ലേ. അങ്ങനെ മക്കളെ പെരുന്നാളൊക്കെ ആഘോഷിച്ച് അങ്ങനെ മീയൻ്റെയും നീനുട്ടീൻ്റെയും രണ്ടാളെയും പെരുന്നാൾ തലേന്നും പിറ്റേന്നുമാണ്. അപ്പോൾ ഈ ബർത്ത്ഡേൻ്റെ ഈ ഒരു വ്ളോഗ് എന്ന് പറയുന്നത് 2-3-4 ദിവസത്തെ മുന്നത്തെ കേട്ടോ. അത് അവരുടെ ഫെബ്രുവരി 1-ാം തീയതി 2-ാം തീയതി അങ്ങനെയായിരുന്നു ബർത്ത്ഡേ വന്നിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ആ 2 ദിവസം ഒരാളുടെ തലേന്നും ഒരാളുടെ പിറ്റേ ദിവസമായിരുന്നു. അപ്പോൾ ചേച്ചിമാരെ ഗിഫ്റ്റൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. ഒരു ചേച്ചീൻ്റെ വക ബുക്കായിരുന്നു, മറ്റേ ചേച്ചീൻ്റെ വക അങ്ങനെ ഹെയർ ആക്സസറീസൊക്കെ ആയിരുന്നു കേട്ടോ. അപ്പോൾ അവർക്ക് മാത്രമല്ല എല്ലാവർക്കും വാങ്ങിയിട്ടുണ്ടായിരുന്നു ബുക്ക്. വെറുതെ രണ്ടാമത് മാത്രം ഗിഫ്റ്റ് പേപ്പർ കൊണ്ട് പൊതിഞ്ഞ് സെറ്റാക്കി കൊടുത്തിട്ടുണ്ടായിരുന്നു. ഇവയ്ക്കും നാദൂനൊക്കെ കളറിങ് ബുക്ക് കൊടുത്തിട്ടുണ്ടായിരുന്നു. അങ്ങനെ ബുക്കൊക്കെ കൊടുത്ത് കേക്കിൻ്റെ മുകളിലുള്ള സാധനങ്ങൾ തിന്നാനായിരുന്നു ഇൻട്രസ്റ്റ് ഉണ്ടായിരുന്നത്. കേക്കിൻ്റെ ഉള്ളിലത്തെ കേക്ക് കഴിക്കുന്നതിനും കാട്ടിലിട്ട് ഡെക്കറേറ്റ് ചെയ്തിരുന്ന ഐറ്റംസൊക്കെ തിന്നാനാണ് കുട്ടികൾക്ക് കൂടുതൽ ഇൻട്രസ്റ്റ് ഉണ്ടാവും. ഇവന്ന് അതും അത് പറിച്ച് തിന്നുകൊണ്ടിരിക്കുകയായിരുന്നു. പിന്നെ എന്തൊക്കെയോ ക്ലിപ്പോ അങ്ങനെ എന്തൊക്കെ ഹെയർ ആക്സസറീസ് വാങ്ങിയിട്ട് അതൊക്കെ കൊടുത്തുകൊണ്ടിരിക്കുന്നു. അപ്പോൾ ഇവൻ്റെ തലയിൽ നിന്ന് അതിൻ്റെ തലയിൽ ഒരു പൂമ്പാറ്റയ്ക്ക് വെച്ചെടുക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ രണ്ടാളും അവരെ ഗിഫ്റ്റ് അൺബോക്സ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഒരാൾക്ക് കളറിങ് ബുക്കുമാണ് കൊടുത്തിട്ടുണ്ടായിരുന്നത്, മറ്റേയാൾക്ക് സ്റ്റോറീൻ്റെ ബുക്കുമായിരുന്നു. അപ്പോൾ ഓക്കും കളറിങ് ബുക്ക് മതി എന്ന് പറഞ്ഞിട്ട് അങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ടായിരുന്നു. അങ്ങനെ അതൊക്കെ കഴിഞ്ഞ് ഇനി അടുത്ത പരിപാടി എന്ന് പറയുന്നത് ഫുഡ് അടിക്കലാണ്. അപ്പോൾ കുട്ടികളൊക്കെ ആദ്യം തന്നെ ഇരുന്നിട്ടുണ്ടായിരുന്നു. ആദ്യം ചെറിയവർ ഇരുന്നിട്ടുണ്ടായിരുന്നു. പിന്നെ അതിൻ്റെ ഇടയിലുള്ളവരൊക്കെ മേലെടുക്കാൻ പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ വന്നിട്ടല്ലേ ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ അവർ മേലെഴുകി വരുമ്പോഴേക്കും ചെറിയ മക്കളൊക്കെ ഇരുന്ന് ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ടായിരുന്നു. അങ്ങനെ ഓരോരുത്തരെയും ഫുഡ് കഴിക്കലൊക്കെ കഴിഞ്ഞ് നമ്മൾ കിടക്കാൻ വേണ്ടിയിട്ട് നിൽക്കുകയാണ്. അപ്പോൾ ഞങ്ങളതും ഇതിൻ്റെ ഇടയിൽ കൂടെ ഇവർ കഴിച്ചുകൊണ്ടിരിക്കുന്നതിൻ്റെ ഇടയിൽ കൂടെ തന്നെ ഞങ്ങളതും കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോഴേക്കും ചെറിയ മക്കളെ പരിപാടി ഇവിടെ കളറിങ് ഒക്കെ തുടങ്ങിയിട്ടുണ്ടായിരുന്നു. ആ ബുക്ക് മാക്സിമം അപ്പോഴേക്കും തീരാനായിട്ടുണ്ടായിരുന്നു. എല്ലാ പേജും കളർ കൊടുത്ത് ഭയങ്കര ബിസിയായിരുന്നു 3 ആളും കൂടെ. ഉറങ്ങാൻ വേണ്ടി വിളിച്ചിട്ടൊന്നും വരുന്നുണ്ടായിരുന്നില്ല. പിന്നെ ലാസ്റ്റ് നമ്മൾ പിടിച്ച് വലിച്ച് കൊണ്ടുവന്നു. ഒരു സമയം ഒരു 10-11 മണിയൊക്കെ ആകുമ്പോഴേക്കും പിന്നെ കടന്നിട്ടില്ലെങ്കിൽ പിന്നെ ഭയങ്കര കുറുമ്പാവും. അപ്പോൾ ചേട്ടായി ഇവിടെ എന്താണ് ക്രിക്കറ്റ് കളിയോ എന്താ ഫുട്ബോളോ എന്തൊക്കെ കണ്ടുകൊണ്ടിരിക്കുന്നുണ്ട്, എന്തൊക്കെ കളിയുണ്ട് പറഞ്ഞിട്ട് കണ്ടുകൊണ്ടിരിക്കുക. അങ്ങനെ പൊന്നൂസ് ഇറങ്ങി ഞാൻ എൻ്റെ അടുത്ത പരിപാടിയിലേക്ക് കിടന്നു. നമുക്കൊരു കല്യാണം വരുന്നുണ്ട് ഈ വരുന്ന സൺഡേ. അപ്പോൾ അതിന് പൊന്നൂസിന് ഇടാൻ വേണ്ടിയിട്ടുള്ള ഒരു ഡ്രസ്സ് ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ സ്കേർട്ട് ഞാൻ ഓൾറെഡി സ്റ്റിച്ച് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇനി അവൾ ഉറങ്ങിയിട്ട് വേണം നമുക്ക് അതിൻ്റെ ടോപ്പും കൂടെ സ്റ്റിച്ച് ചെയ്യാൻ വേണ്ടിയിട്ട്. പിന്നെ അപ്പോൾ ഞാൻ പ്ലെയിൻ ആയിട്ടുള്ള തുണി വാങ്ങിയിട്ട് അതിൽ കുറച്ച് ഡെക്കറേറ്റ് ചെയ്യാമെന്നൊക്കെ ആയിരുന്നു വിചാരിച്ചിട്ടുണ്ടായിരുന്നത്. പാവാട അടിച്ച സമയത്ത് നമുക്ക് അത്ര വലിയ കുഴപ്പമൊന്നും ഉണ്ടായിരുന്നില്ല. ഒരു ഫ്ലോയിങ് ആയിട്ടുള്ള തുണി ആയതുകൊണ്ട് തന്നെ ഞാൻ വിചാരിക്കുന്നിടത്തൊന്നും അത് കിട്ടുന്നുണ്ടായിരുന്നില്ല. സ്കേർട്ട് അടിച്ചാൽ വലിയ കുഴപ്പമുണ്ടായിരുന്നില്ല കേട്ടോ. പക്ഷേ അതിൻ്റെ ടോപ്പ് വെട്ടാൻ വേണ്ടിയിട്ട് ഞാൻ മണിക്കൂറോളം ഇരുന്നിട്ടുണ്ട്. ഞാനിത് മെറ്റീരിയൽ വാങ്ങിയിട്ടുണ്ടായിരുന്നു അവരിട്ട് നമ്മൾ പരാഗിൽ പോയിട്ടായിരുന്നു കേട്ടോ. അവിടെ തന്നെ ഉണ്ടാവും അതിൽ തുന്നി പിടിപ്പിക്കാനുള്ള മുത്തുകളും കാര്യങ്ങളൊക്കെ കിട്ടുക. അപ്പോൾ ഞാൻ കുറച്ചായിട്ട് ആ സ്കേർട്ടിലും ഇതിലും മാത്രം തുന്നാനുള്ളത് വാങ്ങിയിട്ടുണ്ടായിരുന്നുള്ളൂ. പക്ഷെ ഭയങ്കര റേറ്റാണ്. എന്നാലും നല്ല മെറ്റീരിയലാണ് കേട്ടോ. ഒരു ഗ്ലൈസിങ്ങുള്ള മെറ്റീരിയലായിരുന്നു. കാണാൻ വേണ്ടിയിട്ട് നല്ല ലുക്ക് ഉണ്ടായിരുന്നു.
പിന്നെ ആ ടോപ്പ് അടിച്ച് കഴിഞ്ഞാൽ എങ്ങനെ ഇരിക്കും എന്നുള്ളത് അറിയണ്ടായില്ല. ഞാൻ കറക്റ്റ് 1 മീറ്റർ വാങ്ങിയിട്ടുണ്ടായിരുന്നുള്ളൂ. കുറച്ച് നീളം കൂടുതലുണ്ടായതുകൊണ്ട് തന്നെ നമുക്ക് ടോപ്പിന് കിട്ടിയിട്ടുണ്ടായിരുന്നു. അല്ലെങ്കിൽ 1 മീറ്റർ കൊണ്ട് കിട്ടില്ല. അപ്പോൾ ലൈനിങ് പിന്നെ സെപ്പറേറ്റ് എടുത്തതായിരുന്നു. സ്കേർട്ടിന് മാത്രമേ ലൈനിങ് തികഞ്ഞിട്ടുണ്ടായിരുന്നുള്ളൂ. അപ്പം അതിന് ബാക്കി വന്ന പീസുകളൊക്കെ ജോയിൻ ചെയ്താണ് പിന്നെ സ്കേർട്ടിൻ്റെ ടോപ്പ് അടിച്ചിട്ടുണ്ടായിരുന്നത്. ബനിയൻ ക്ലോത്തിൻ്റെയൊക്കെ തുണീനെപ്പോലെ നമ്മൾ എങ്ങോട്ടാണ് തിരിക്കുന്നത് വെച്ചിട്ടുണ്ടെങ്കിൽ ആ സൈഡിലേക്ക് കൊണ്ട് വലിഞ്ഞു വരും. അപ്പോൾ ഒരു കറക്റ്റ് പെർഫെക്ഷനിലൊന്നും നമുക്ക് വെട്ടാൻ കഴിയുന്നുണ്ടായിരുന്നില്ല. ഞാൻ പിന്നെ ഒരു അഡ്ജസ്റ്റ്മെൻറ്റിലൊക്കെ വെട്ടി. പിന്നെ ഈ ഡ്രസ്സ് ഞാൻ ഇത്ര മെനക്കെട്ട് തയ്ച്ചാലും അവൾ ആകെ ആ ഒരു ദിവസമൊക്കെ തന്നെ ഇടുള്ളൂ. അതുകൊണ്ട് ഞാൻ അധികം വലിയ വിലേൻ്റെ ഡ്രസ്സുകളൊന്നും ഇങ്ങനത്തത് ഇതാക്കിയിട്ടുണ്ടാവില്ല. നോർമലായിട്ട് യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന ഡ്രസ്സുകൾ എന്ന് പറയുന്നത് മാത്രമേ നമ്മൾ സാധാരണ ടീഷർട്ടും ഇതൊക്കെ എടുക്കാറുള്ളൂ. ഇങ്ങനത്തെ ഡ്രസ്സൊക്കെ വലിയ വിലേൻ്റെ എടുത്തിട്ടുണ്ടെങ്കിൽ ആകെ 1 ദിവസം 2 ദിവസമൊക്കെ നമ്മൾ ഇട്ടെങ്കിലായി, അത്രേ ഉള്ളൂ. പിന്നെ ഈ ഒരു കല്യാണ ഫംഗ്ഷനൊക്കെ ഇങ്ങനത്തെ ഡ്രസ്സാവുമല്ലോ രസം എന്ന് വിചാരിച്ചിട്ട് ഞാൻ സ്റ്റിച്ച് ചെയ്യാൻ കരുതിയതാണ്. ഭയങ്കര സ്റ്റിച്ച് ചെയ്യാനൊന്നും അറിയില്ല, എന്നാലും യൂട്യൂബിലൊക്കെ നോക്കിയിട്ട് നമ്മളാവശ്യത്തിന് മാത്രം സ്റ്റിച്ച് ചെയ്യട്ടോ. അപ്പോൾ ഞാൻ അന്ന് പരാഗിൽ നിന്ന് വാങ്ങിച്ചിട്ടുണ്ടായിരുന്ന കുറച്ച് മുത്തും കല്ലുകളാണ്. ഭയങ്കര റേറ്റാണ് വരുന്നത്. 100 ഗ്രാമിനൊക്കെ തന്നെ 50 റുപ്യ 30 റുപ്യൊക്കെയാണ്. പിന്നെ അവളെ ഡ്രസ്സിന് മാത്രം മതിയല്ലോ എന്ന് കരുതിയിട്ട് ഒക്കെ കുറേശ്ശെ മാത്രം വാങ്ങിയിട്ടുണ്ടായിരുന്നുള്ളൂ. അപ്പോൾ അതൊക്കെ വാങ്ങിയത് ഞാൻ പിന്നെ തുന്നിക്കൊണ്ടിരിക്കുകയായിരുന്നു കേട്ടോ. അപ്പോൾ ഞാൻ താഴെ ഇവിടെ ഇങ്ങനെ മുത്ത് തൂങ്ങിക്കണ ആ ഒരു സംഭവം നമ്മൾ ലേസ് പോലുള്ളതായിരുന്നു വാങ്ങിയിട്ടുണ്ടായിരുന്നത്. പിന്നെ ആ ലേസിൻ്റെ ബോർഡറും കൂടെ വെച്ചിട്ട് ചെയ്യുമ്പോൾ ഒരു വൃത്തി ഇട്ടാത്തതുകൊണ്ട് പിന്നെ ഞാൻ ആ ലേസുമ്പോൾ ഓരോന്ന് വേറെ എടുത്തിട്ട് ഞാൻ തന്നെ തുന്നിക്കൊടുത്ത് അതേപോലെ തന്നെ ആക്കിയിട്ട് തുന്നിക്കൊടുത്ത് ചെയ്യായിരുന്നു. അപ്പോൾ ഞാൻ ആദ്യം വിചാരിച്ചു അവിടെ ഫുള്ളായിട്ട് ഫില്ല് ചെയ്യാൻ വേണ്ടിയിട്ട് ഉണ്ടാകില്ല, തികയില്ല എന്നൊക്കെ വിചാരിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷേ ഭാഗ്യത്തിന് ഇങ്ങനെ കുറച്ച് ഗ്യാപ്പിട്ട് ചെയ്തുകൊണ്ട് തന്നെ കറക്റ്റായിട്ടും ഫുള്ള് കവർ ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റി. അങ്ങനെ ആ പരിപാടികളും കഴിഞ്ഞു. അപ്പോൾ ഞാൻ ഇതിൻ്റെ ഫൈനൽ ലുക്ക് കാട്ടിത്തരാം കേട്ടോ. അപ്പോൾ ഇതാണ് പൊന്നൂസിൻ്റെ ആ ഒരു ഡ്രസ്സ് എന്ന് പറയുന്നത്. വീഡിയോസൊക്കെ ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കരുത്. മറ്റൊരു നല്ല വീഡിയോയുമായി കാണുന്നവരേക്കും ലവ് യു, ബൈ.